ഒരാൾക്ക് പെൺമക്കൾ മാത്രമേ ഉള്ളൂ. പെൺമക്കൾ ജീവിച്ചിരിക്കെ അവളുടെ കുട്ടികൾക്ക് വസിയത്ത് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ആരോഗ്യമുള്ള അവസ്ഥയിൽ ഇപ്പോൾ പെൺമക്കൾക്ക് സ്വത്ത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഒന്ന്, മക്കൾ മരിച്ച പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ വാപ്പ എൻ്റെ മോൻ മരിച്ചിക്കണ്, പക്ഷേ മോൻ്റെ മക്കളുണ്ട്. അതന്നെ വാപ്പ എൻ്റെ മോൻ മരിച്ചു, പക്ഷേ മോനക്ക് കുട്ടികളുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ സ്വത്തിൽ മോനക്ക് മിക്കവാറും സ്വത്തുകളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വാപ്പാൻ്റെ സ്വത്താണ് മിക്കവാറും ഭൂസ്വത്തായിട്ട് കിട്ടാറുള്ളത്, അല്ലേ? അങ്ങനത്തെ ഒരു വല്ലിപ്പ വസിയത്ത് ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെത്. അപ്പം അങ്ങനത്തെ വല്ലിപ്പമാരുണ്ട് എന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് വസിയത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യം 2 ദിവസത്തിൽ കൂടുതൽ വസിയത്ത് എഴുതി വെക്കാതെ അതിന് സാക്ഷി നിർത്താതെ നിൽക്കരുത് എന്നാ. അപ്പം എൻ്റെ മോൻ മരിച്ചു, പക്ഷേ മോൻ മരിക്കുന്ന സമയത്ത് മോനക്ക് 2 മക്കളുണ്ട്, അല്ലെങ്കിൽ ഒരു മോനുണ്ട്, അല്ലെങ്കിൽ ഒരു മോളുണ്ട്. ആ മോൾക്ക് എന്തെങ്കിലും കിട്ടണം എൻ്റെ സ്വത്തിൽ നിന്ന് എങ്കിൽ അത് ഞാൻ വസിയത്ത് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ മക്കളെല്ലാവരും കൂടി തീരുമാനിക്കണം. അത് മിക്കവാറും അവനെ ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ വേറുള്ളവർക്ക് എങ്ങനെയെങ്കിലും വല്ലതും കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്, അവകാശപ്പെട്ടവർക്ക് തന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്, അല്ലേ? എങ്ങനെയെങ്കിലുമൊക്കെ പെൺമക്കൾക്ക് കൊടുക്കാതിരിക്കാൻ, സഹോദരിമാർക്ക് കൊടുക്കാതിരിക്കാൻ അധിക ആളുകളും വാപ്പാനെ കൊണ്ട് അവസാനത്തെ സമയത്ത് വാപ്പാനെ നോക്കാനെന്നും പറഞ്ഞു കണ്ടൊരു കല്യാണം കഴിപ്പിക്കും. കാരണം ഓനക്ക് നോക്കാൻ വയ്യ, ഓൾക്ക് നോക്കാൻ വയ്യ, വാപ്പാനെ നോക്കാൻ ഓൾക്ക് വയ്യ. അപ്പോൾ പിന്നെ വാപ്പാനെ നോക്കാനൊരു കല്യാണം കഴിപ്പിക്കും. അത് വാപ്പാൻ്റെ പെണ്ണുങ്ങളല്ലേ, 8-1 അവകാശം അവൾക്കും ഇല്ലേ? പക്ഷെ എത്ര ആളുകളുണ്ട് കൊടുക്കൽ? വാപ്പാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണതിൻ്റെ മുന്നേ തന്നെ സ്വത്ത് മക്കൾ എഴുതി വാങ്ങി വെച്ചതിൻ്റെ ശേഷമേ വാപ്പാനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കുള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ ഒരവസ്ഥ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാനുള്ള ശ്രമം എന്താണോ ആ ശ്രമം നടത്തുന്ന സമയത്ത് ഞാനൊരു വല്ലിപ്പയാണെങ്കിൽ എനിക്ക് പേരക്കുട്ടികളുണ്ട്, പക്ഷേ അവരുടെ വാപ്പ എൻ്റെ മോൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ അവർക്കും വേണ്ടി എന്തെങ്കിലും വസിയ്യത്ത് ചെയ്തു വെക്കണം. വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് കിട്ടൂല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ആ മക്കൾക്ക് അള്ളാൻ്റെ ദീന് പ്രകാരം ഈ വസിയ്യത്ത് രൂപത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വസിയ്യത്ത് നിലനിർത്തിയിരിക്കുന്നത്. ഈ ആയത്തിനെ, വസിയ്യത്തിൻ്റെ ആയത്തുണ്ട്, വസിയ്യത്തിനെ പറ്റി വന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ആ ആയത്തിനെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ആയത്ത് മൻസൂഖല്ല. പല പണ്ഡിതന്മാരും ഈ ആയത്ത് മൻസൂഖാണ്, ഇന്നയാൾക്ക് ഇത്ര, ഇന്നയാൾക്ക് ഇത്ര, ഇന്നയാൾക്ക് ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് വന്നല്ലോ, അതുകൊണ്ട് ഈ ആയത്ത് മൻസൂഖാണെന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്ത് മൻസൂഖല്ല, അതിൻ്റെ കാലഹരണപ്പെട്ടിട്ടില്ല, അതിൻ്റെ വിധി പോയിട്ടില്ല. മറിച്ച് ഇത് ആർക്കുള്ളതാണ്? വാപ്പ മരിച്ച വല്ലിപ്പാക്കുള്ളതാണിത്. അദ്ദേഹം ചെയ്യേണ്ടതാണ്. വല്യപ്പ എന്ന് പറയുന്നത് വല്യപ്പയും വല്യമ്മയൊക്കെ കണക്കാട്ടോ. വല്യമ്മക്ക് സ്വത്തുണ്ട്, വല്യപ്പല്ല. ആ വല്യമ്മയുടെ സ്വത്തിൽ നിന്ന് ഈ മക്കൾക്ക് കിട്ടണമെങ്കിൽ അവർക്ക് എൻ്റെ മക്കൾ കൊടുത്തോളും എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഈ മക്കള് മരിച്ചാലേ പോലെ യഥാർത്ഥ സ്വഭാവം അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൊടുക്കണം എന്നാണ്. രണ്ടാമത്തത് നമ്മൾ അതിൽ ചോദിച്ചിട്ടുള്ളത്, പെൺമക്കൾ ജീവിച്ചിരിക്കുക അവളുടെ കുട്ടികൾക്ക് വസിയ്യത്ത് ചെയ്യാൻ പറ്റുമോ എന്നാ. പറ്റും. പെൺമക്കൾ ജീവിച്ചിപ്പോൾ എനിക്ക് മോളുണ്ട്, ആ മോൾക്ക് എനിക്ക് വസിയ്യത്ത് ചെയ്യാം. കാരണം മോള് അവകാശിയല്ല. മനസ്സിലായോ? മോള് അവകാശിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മോൾക്ക് വസിയ്യത്ത് ചെയ്യാം. അവകാശികൾക്ക് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ മോന് ഏതായാലും മോനക്ക് സ്വത്ത് കിട്ടും, പിന്നെ ഞാനൊരു വസിയ്യത്തും കൂടി വേണ്ട. അള്ളാഹ് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ നിങ്ങളൊരു വസിയ്യത്ത്. ചില ആളുകളൊക്കെ ഇപ്പോൾ തൊട്ടടുത്ത് വന്നൊരു കേസാണ്, വാപ്പ എല്ലാം ഇസ്ലാമിക ഇതനുസരിച്ച് തന്നെ എൻ്റെ മുതൽ ഭാഗിക്കണം, പര അത് ഇളയ മോൻ കൊടുക്കണം എന്നാ. പര ഇളയ മോൻ കൊടുക്കണം. പരക്ക് എത്ര പൈസ ഉണ്ട്? ആ പരക്ക് ഇളയ മോനൊന്നും കൊടുത്തിട്ടില്ല,
മൂത്ത മോൻ കൊടുത്തിട്ടുണ്ട്, എന്നാലും വേണ്ടില്ല ഇളയ മോൻ കൊടു. ഇത് എത്രതാ, വലിയ ഒരു സംഖ്യയാണ് ഇപ്പോൾ ആ വസിയത്ത് ചെയ്യണ്. പാടില്ല. നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ഒരു മനുഷ്യൻ അള്ളാൻ്റെ ദീന് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കും, പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അവൻ അനന്തരാവകാശത്തിൽ ദോഷം ചെയ്യുന്ന വസിയത്ത് ചെയ്യും, അതോടുകൂടി അവൻ നരകത്ത് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. സഹീഹായ ഹദീസാ. നല്ല നിലക്ക് ജീവിച്ചിട്ട് മരിക്കണ നേരത്ത് അത് ചില ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുശുകുശുപ്പ് നടത്തിയിട്ട് അപ്പം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്ന ആ ഇതുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് വസിയത്ത് ചെയ്യിപ്പിക്കുമ്പോൾ അതുവരെ പിടിച്ചു നിന്നവനാണെങ്കിൽ അവിടുന്ന് ആണ്ടും പിടിച്ചു നിൽക്കണം. ഇനി കൂടുതൽ കാലം നിന്ന് ഈ മക്കൾ നോക്കിയിട്ടില്ലെങ്കിലും അവർ പറഞ്ഞത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കൂടുതലൊന്നും ഞാൻ ജീവിക്കാനില്ലല്ലോ, അതുവരെ പിടിച്ചു നിന്ന ആ വാപ്പ ഈ അവിടുന്ന് അങ്ങോട്ടും പിടിച്ചിക്കണം. അതുകൊണ്ട് വസിയ്യത്തിൽ തിരിമറി നടത്തുന്ന, അനന്തരാവകാശത്തിൽ തിരിമറി നടത്തുന്ന വസിയ്യത്തുകൾ, ആ വസിയ്യത്ത് ഏറ്റവും ഗൗരവമുള്ളതാണ്, അവനവൻ്റെ പരലോകം നഷ്ടപ്പെടുന്നതാണെന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഒന്നത്. പിന്നെ എന്നാൽ വസിയ്യത്ത് നടത്തുന്ന ആളുകൾ അവർ ശരിക്കും അവകാശികളായിട്ട് വരുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യാം. ഇപ്പോൾ പിന്നെ മോൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മോൻ്റെ മോനക്ക് നമുക്ക് വസിയ്യത്ത് ചെയ്യാം. മോൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മോൻ ആരല്ല, അനന്തരാവകാശിയായി വരൂല, കാരണം മോനുണ്ടല്ലോ. അതുകൊണ്ട് അവന് വസിയ്യത്ത് ചെയ്യാം. അതേപോലെ തന്നെ മോൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, വസിയ്യത്ത് ചെയ്യാവുന്നതാണ് എന്നർത്ഥം. പിന്നെ രണ്ടാമത്തത്, ആരോഗ്യമുള്ള അവസ്ഥയിൽ പെൺമക്കൾക്ക് സ്വത്ത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാ? പറ്റും. പക്ഷേ ഗിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കൾ വേറെ ആമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, വേറെ പെൺമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം. അതാണ് ഗിഫ്റ്റിൻ്റെ പ്രത്യേകത. ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നന്നായിട്ട് അധ്വാനിക്കാനും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ പറ്റിയ സമയം, അതിനാണ് ആരോഗ്യമുള്ള സമയം എന്ന് പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്വത്ത് നമ്മുടെ മക്കൾക്കോ അല്ലാത്തവർക്കോ ഒക്കെ വസിയ്യത്തായിട്ടോ അല്ലെങ്കിൽ ദാനമായിട്ടോ ഗിഫ്റ്റായിട്ടോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് മക്കൾക്കിടയിലുള്ളതാണ് എങ്കിൽ നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് 2 സ്വഹാബിമാർ വരികയാണ്, വാപ്പിയും മോനും കൂടിയാണ്, അല്ലേ? വാപ്പിയും മോനും കൂടിയാണ് വരുന്നത്. റസൂലിനോട്, ഞാൻ എൻ്റെ ഈ മോനക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്, നിങ്ങളെ സാക്ഷിയാക്കിയിട്ടാണ് കൊടുക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, എൻ്റെ എല്ലാ മക്കൾക്കും കൊടുത്തുക്കണമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞ്, ഈ അനീതിക്ക് കൂട്ടുക എന്നെ തന്നെ പിടിക്കണമെന്നാ. ആലോചിച്ച് നോക്കിയാൽ മതി. ഈ അനീതിക്ക് ഞാൻ എന്ത് ചെയ്യൂല, കൂട്ടുക്കൂലാന്ന്. അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം എന്നർത്ഥം. പിന്നെ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്, പെൺകുട്ടികളെ കെട്ടിക്കുന്ന സമയത്ത് അതിനൊക്കെ എന്തായാലും കെട്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലും പിന്നെ പണ്ടം കൊടുക്കണം. ചില കുട്ടികൾക്കൊക്കെ എങ്കിലും പിന്നെ ഒറ്റടിക്ക് സാധാരണ നിലക്ക് അങ്ങോട്ട് കെട്ടിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീധനം കൊടുക്കേണ്ടി വരും. ഇതൊരു വാപ്പ എന്നുള്ള നിലക്ക് മക്കളോട് കാണിക്കുന്ന ആ ഒരു മോനക്ക് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലവാക്കണം. ഒരു മോനക്കൊരു അസുഖം വന്നു, ആ മോനക്ക് ചികിത്സിക്കാൻ വാപ്പ ചിലവാക്കിയിട്ടുണ്ടാവും. അതേപോലെ എല്ലാ മക്കൾക്കും കൊടുക്കണം എന്നുണ്ടോ? ഇല്ല. ഇതേപോലെ തന്നെയാണ് കുട്ടികളെ കെട്ടിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ മക്കൾക്കും അവർക്ക് വേണ്ടത് കൊടുക്കണം. ഒരു മോൻ പഠിക്കുന്നത് MBBS-നാണ്, വേറൊരു മോൻ പഠിക്കുന്നത് പിന്നെ ഒരു സാധാരണ ഒരു പ്രൊഫഷണൽ കോഴ്സൊന്നുമല്ല, അങ്ങനത്തെ ഒരു കോഴ്സിനാണ്. മറ്റേതിന് എല്ലാം കാശ് കൊടുക്കേണ്ടി വരും. ഇതിന് അത് കുട്ടികളുടെ കഴിവിനും കുട്ടികളുടെ യോഗ്യതക്കും അനുസരിച്ച് അത് മാറ്റി മാറ്റി കൊടുക്കേണ്ടി വരും. അവനക്ക് 25 ലക്ഷം ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും വേണം എന്ന് ആർക്കും അവകാശപ്പെടാനുള്ളതില്ല. അത് ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടത് കൊടുക്കുക എന്നതാണ് ചെലവാക്കുന്ന വിഷയത്തിൽ. ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തുള്ളതാണ്. മക്കളെ കെട്ടിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഗിഫ്റ്റല്ല, മറിച്ച് അത് അവർക്ക് സ്വാഭാവികം നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് അത്തരം കാര്യങ്ങളിലൊക്കെ നാട്ടുനടപ്പുണ്ട്. നാട്ടുനടപ്പനുസരിച്ച് ഒരു കുട്ടിനെ കെട്ടിക്കുന്ന സമയത്ത് കൗത്തിലും കാതിലും ഒന്നും ഇല്ലാതെ ആരും പറഞ്ഞേക്കൂല. അത് ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചേർന്നതുമല്ല. അത് കൊടുക്കേണ്ടതാണ്. അതിന് ഓൾക്ക് അത്ര കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര വേണം, ഞങ്ങൾ ആൺകുട്ടികളെ തീരെ ശ്രദ്ധിച്ചില്ല, ഒന്നും നോക്കണ്ടില്ല. അത് മക്കൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായത് കൊടുക്കുക. അതല്ലാത്ത ഗിഫ്റ്റുകളാണ്
അതല്ലാത്ത ഇങ്ങനത്തെ സന്ദർഭം അനുസരിച്ച് കൊടുക്കേണ്ടതല്ലാത്ത ഗിഫ്റ്റുകൾ അതെന്ത് വേണം, എല്ലാ മക്കൾക്കും ഒരേപോലെ കൊടുക്കണം.